ദൈവത്തെ കവിഞ്ഞ് ഒന്നിനെയും സ്നേഹിക്കരുത്. ദൈവത്തെ കവിഞ്ഞ് സ്നേഹിച്ചാൽ ദാനങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നാം ബാധിക്കപ്പെടും, മെന്റലി ബാധിക്കപ്പെടും. ദാനങ്ങൾക്ക് എന്തു പറ്റിയാലും നിങ്ങൾ മാനസികമായി ബാധിക്കപ്പെടുവാൻ പാടില്ല. മാർത്തയെ പോലെ കലങ്ങുവാനോ ചോദ്യം ചെയ്യുവാനോ വിചാരപ്പെടുവാനോ പാടില്ല. മറിയെ പോലെ പാദത്തിലിരിക്കുവാൻ കഴിയണം. സ്നേഹമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാതെ പാദത്തിലിരിക്കും. സ്നേഹമുണ്ടെങ്കിൽ കുറ്റം പറയാതെ പാദത്തിലിരിക്കും. സ്നേഹമുണ്ടെങ്കിൽ വിചാരപ്പെടാതെ പാദത്തിലിരിക്കും. സ്നേഹമുള്ളവർ പാദത്തിലിരിക്കും. ഇരുന്ന് കേൾക്കണം, ആ വചനങ്ങൾ ഏറ്റെടുക്കണം. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹം നമുക്കുണ്ട്. ആ സ്നേഹമായിരിക്കണം ഏറ്റവും കൂടിയത്. അതിന് താഴെ വേണം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. നമ്മെക്കാൾ ദൈവത്തെ, ദൈവത്തിൻ്റെ കാര്യങ്ങളെ സ്നേഹിക്കണം. അതിന് താഴെ നമ്മെ സ്നേഹിക്കണം. നമ്മെ സ്നേഹിച്ചിട്ട് നാം നമ്മിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇതാണ് കർത്താവിൻ്റെ ഇഷ്ടം.